ഇത് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡാട്ടാ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇനി സഞ്ചരിക്കുന്നത് വഴിക്കടവിലേക്കാണ്. അപ്പോൾ നാടുകാണി ചുരം വഴിയാണ് ഈ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ചുരത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാനിന്ന് സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ബസ്സാട്ടോ. അറിയാലോ എല്ലാവർക്കും, KSRTC. അപ്പം ആ യാത്രയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. യാത്ര തുടങ്ങി. നല്ല ചുരമാണ്, കണ്ട നല്ല ഭംഗിയാണ്. ഈ യാത്ര ചെയ്യുമ്പോഴേ, ഈ ചുരത്തിലേക്ക് യാത്ര ചെയ്യുമ്പം നമുക്ക് മനസ്സിനൊക്കെ ഒരു ഫീല് കിട്ടണമെങ്കിൽ, അതിനൊരു സുഖം കിട്ടണമെങ്കിൽ രാവിലെ ഒരു 7 മണിക്കൊക്കെ യാത്ര ചെയ്യണം. ആ സമയത്ത് ബസ് ഉണ്ടെങ്കിൽ സുഖമാണ്, ഇല്ലെങ്കിൽ ആളുകൾക്കുള്ള വാഹനങ്ങളുണ്ട്, സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല കാഴ്ചകൾ കണ്ടുപോകാം. അപ്പോൾ ഈ ഒരു സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയ തണുപ്പ് ഇങ്ങനെ അരിച്ച് കയറും ശരീരത്തിൽ മൊത്തമായിട്ട്. കാൽമ കൂടെ ഇങ്ങനെ, കയ്യിൽ എല്ലാം ഒരു ചെറിയ തണുപ്പ്. പിന്നെ അത് മനസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ആ തണുപ്പിലൂടെ നമ്മൾ ഓരോ ചിന്ത അലഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ചിന്തയിലൂടെ ആ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാൻ നോക്കും. പ്രകൃതി ഒരു വല്ലാത്ത വികൃതിയല്ലേ, എന്ത് രസമാണ് ഈ ഒരു കാഴ്ചകളല്ലേ. അങ്ങനെ സഞ്ചരിക്കുന്നവർക്കറിയാം ആ സഞ്ചാരത്തിലുള്ള കാഴ്ചകൾ എത്രത്തോളം ഭംഗിയാണെന്ന്. നമുക്ക് ചില സ്ഥലത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും വരണം എന്ന് തോന്നുമല്ലോ. അത് ആ കാഴ്ചകൾ നമുക്ക് മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് ആ ഒരു ചിന്ത നമുക്കങ്ങനെ തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ചുരത്തിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സുഖമാണ് അത്. ആ യാത്രയിൽ, ആ സുഖമുള്ള യാത്രയിൽ ചിലപ്പോൾ ഒരുപാട് കൂട്ടുകൾ കിട്ടും. പരസ്പരം കണ്ടു പരിചയമില്ലാത്തവർ ഒരു കൂട്ടായി മാറും. അങ്ങനെ പരസ്പരം സംസാരിച്ചൊക്കെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ, അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര ചെയ്യും. ഇതിപ്പോൾ നാടുകാണി ചുരം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. മുള കാണാത്തവരുണ്ടെങ്കിൽ മുളേൻ്റെ ഒരു ലോകം തന്നെ ഈ വഴിയിലുണ്ട്. അത് വരും, ഞാൻ കാണിച്ചത് കുറച്ച് കഴിഞ്ഞിട്ട്. ആ ഒരു മുളേൻ്റെ ഒരു ലോകം, മുള കണ്ടു മടുക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുള കണ്ടത് ഈ ഒരു ചുരത്തിലാണ്. അതായത് ഗൂഡല്ലൂർ വഴിക്കടവ് ടു ഈ യാത്രയിൽ എത്ര തരം മുള, നല്ല സുഖമുള്ള യാത്ര. ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ സമയം, ഈ സഞ്ചരിക്കുന്ന സമയം ഒരു 9:30 ആ ഒരു റേഞ്ചാണ്. പക്ഷേ സഞ്ചരിക്കുമ്പോൾ ഒരു 7 മണിക്ക് സഞ്ചരിച്ചാൽ നല്ല സുഖം, നല്ലൊരു മഞ്ഞൊക്കെ വീണൊരു ഫീലുണ്ടാവും. നല്ലൊരു എന്താ പറയുക, നമുക്ക് കാഴ്ചകളെ കാണുമ്പോൾ നല്ല രസമാണ്. കാരണം നല്ല മലകളൊക്കെ അപ്പുറത്ത്, നല്ല നല്ല മലകളുണ്ട്. നല്ല നല്ല മലകൾ എന്ന് പറയുമ്പോൾ കാണാൻ രസമുള്ളതായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രസമുള്ള ആ ഫീൽ, അതായത് നമ്മളൊരു ഉയരത്തിൻ്റെ മേലിൽ നിന്ന് മറ്റൊരു വലിയൊരു ഹിൽ കാണുമ്പോൾ, ഒരു മൗണ്ടൻ കാണുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. കണ്ടോ, അതിനുള്ള കൂടെ ഓരോ മൗണ്ടൻ കാണുന്നുണ്ട്, എന്താണ് ഭംഗി. ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും, ചിലപ്പം എല്ലാവരും ഈ യാത്ര ചെയ്തോളണം എന്നില്ല, ഈ ചുരം കയറിക്കൊള്ളണം എന്നില്ല. ഇതിപ്പോൾ ഒരുപാട് പേര് കാണാത്തതുണ്ട്, യാത്ര ചെയ്യാത്തതുണ്ട്. അപ്പോൾ അവരൊന്ന് കണ്ടിട്ട് ഒന്ന് സഞ്ചരിച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഫീൽ ഒന്നറിയാം. ഇത് കേരളത്തിൻ്റെ ബോർഡറാട്ടോ, ഈ ഗൂഡല്ലൂർ തമിഴ്നാടിൻ്റെയും ബോർഡറാണ്. ഈ ചുരത്തിൽ വേറെ പ്രത്യേകത ഉണ്ട്, വന്യജീവികളുണ്ട്. അതായത് ആന ഇറങ്ങാറുണ്ട്. ആനയാണ് പ്രധാന വില്ലൻ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ട സമയം പകലായിരിക്കണം, രാത്രി പാടില്ല. രാത്രി വാഹനങ്ങൾ കയറ്റി വിടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പകൽ പോയിട്ട് പിറ്റേന്ന് വരിക, അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം യാത്ര. അതാ ഞാൻ പറഞ്ഞ മുളത്തിൻ്റെ ഒരു ലോകം തന്നെ കാണാൻ പോവാണ്. കണ്ട എത്ര മുളയെന്നറിയാം. ഒരു ബസ്സിലൊക്കെ സഞ്ചരിക്കുക, എന്തിനാണ് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ മുളേൻ്റെ ഒരു ലോകം തന്നെ അത് കാണാം. എത്ര പോലെ മുളയാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലല്ല, ഡയറക്റ്റ് കാണുമ്പം നല്ല ഭംഗിയാണ്. വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടൂലല്ലോ, യാത്ര ചെയ്യില്ല, ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. അപ്പം യാത്രയിൽ പോണ വ്യൂ ആണ് ഈ കാണുന്നത്.
അപ്പോൾ നിങ്ങളൊന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു മുളേൻ്റെ സംഭവം ശ്രദ്ധിച്ചാൽ മതി. എന്ത് രസമുണ്ട് അറിയാം, നിറയെ മുള. ഇത്രയും മുള ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരു മുളേൻ്റെ ഒരു സാമ്രാജ്യം, ഒരു ലോകമാണിത്. അപ്പം യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ചെയ്തു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഫീലും ആ ഒരു സംഭവം അറിയാൻ കിട്ടും. ഇത് ഈ ബസ് ഈ KSRTC സ്റ്റാൻഡിൽ, അതായത് ഗൂഡല്ലൂർ സ്റ്റാൻഡിൽ നിന്ന് 8:35 എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 8:35 8:45 ഇതിൻ്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ 10 മണിക്ക് നമുക്ക് ഗൂഡല്ലൂരിൽ നിന്ന് അതായത് 8:35 മുതൽ പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വഴിക്കടവ് എത്തുന്ന സമയം 10 മണിയാവും. ഏകദേശം 1 മണിക്കൂർ കറക്റ്റാണ് അവിടെ എത്തുന്നത്. 1 മണിക്കൂർ 1.25 മണിക്കൂറിനോട് അടുത്തും. തിരിച്ച് കയറുമ്പോൾ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ തിരിച്ച് ഇങ്ങോട്ട് ചുരം കയറി വരുമ്പോൾ സമയമെടുക്കും. അപ്പം ഇഷ്ടംപോലെ ബസ് ഉണ്ട് കേട്ടോ ഗൂഡല്ലൂർ വഴിക്കടവ്. അപ്പോൾ പോവുകയാണെങ്കിൽ വഴിക്കടവ് വഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുരം കയറി പോവാം. അങ്ങനെ പറ്റുള്ളൂ, വേറെ വഴിയില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം ഗൂഡല്ലൂർക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. പിന്നെ മറ്റുള്ള വഴികൾ വളഞ്ഞ് മൂക്ക് പിടിക്കാന്ന് പറയില്ല. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷെ ഈ ഒരു രസം അവിടെ കിട്ടില്ല. കണ്ട മുള കണ്ടുണ്ടല്ല, ഒരു പ്രത്യേക ലോകം, മുളേൻ്റെ ഒരു ലോകം, ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് മുളണ്ട് കാണുമ്പോഴേ. എത്ര പോലെ മുളയാണ് അറിയും. ഇത് കിലോമീറ്ററോളം കിടക്കുകയാണ് ഈ മുള. ഇങ്ങനെ ആ റോഡിൻ്റെ അരികത്ത്, ആ റോഡിൻ്റെ ഓരം ചാരി കിടക്കുക, ഒരുപാട് മുള. അത് അപ്പുറത്ത് മൗണ്ടൻ കാണുന്നുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, ഒടിവും തിരിവനുള്ളൂ. അങ്ങോട്ടോട്ട് റൈറ്റ് ലെഫ്റ്റ് ഈ ഒരു സംഭവം മാത്രമാണ് ഉള്ളത്. പക്ഷെ അതുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ചുരത്തിൻ്റെ കയറ്റും ഇറക്കവും സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും എളുപ്പ വഴി. പെട്ടെന്ന് അധികം പരിക്കുകളോ അല്ലെങ്കിൽ അധികം എന്താ പറയുക ഡ്രസ്സോ ഇല്ലാതെ ഇറങ്ങാൻ പറ്റുന്നൊരു സംഭവം. ഇങ്ങനെ ഇതാണല്ലോ എളുപ്പ വഴി. അപ്പോൾ അതൊക്കെ കണ്ട മുള എപ്പോഴും തീർന്നില്ല. ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് മുള തീർന്ന് കഴിഞ്ഞിട്ടില്ല. മുള കൂട്ടങ്ങ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഏകദേശം മുളേൻ്റെ കൂട്ടാണ് ഈ കാണുന്നത്. മുളേൻ്റെ കൂട്ടാണ്. അപ്പുറത്ത് നല്ല മനോഹരമായൊരു മൗണ്ടൻ കണ്ട. മൗണ്ടൻ എടുക്കണം എന്നല്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിലൂടെ കറക്റ്റ് വ്യൂ കിട്ടില്ല. കണ്ട മുളേൻ്റെ സാമ്രാജ്യം കാണാൻ പോകുന്നവർക്കറിയാം, കണ്ടവർക്കറിയാം ഇവിടെ എങ്ങനെയാണ് ഈ മുളകളെന്ന്. അവരോട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞുതരും. അപ്പോൾ ഞാൻ ഇങ്ങനെ സഞ്ചാരം തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആഹാ, ഇതൊക്കെയല്ലേ കാഴ്ച നമ്മൾ കാണേണ്ട സംഭവം. കണ്ട മൗണ്ടൻ അപ്പുറത്തെ ഇതൊക്കെയല്ലേ കാണേണ്ടത്. നമ്മൾ എന്താ പറയുക, ജോലി വീട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്ത് ആനന്ദമാണ്, എന്ത് ഫീലാണ് നമുക്ക് കിട്ടുക. കണ്ട എന്ത് ഭംഗിയാണ്. ഇത് മാത്രമല്ല ജീവിതം. ഇടയ്ക്കൊരു ടൂറ്, ഇടയ്ക്കൊരു മനസ്സ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ടൂർ അടിക്കുക. ഇതൊക്കെയല്ലേ നമ്മൾ ജീവിതത്തിൽ ഏക കിട്ടേണ്ട ഒരു സന്തോഷങ്ങൾ. അല്ലാതെ വീട്ടിൽ ജോലി വീട് അതിനിടയ്ക്ക് കച്ചറ, അങ്ങനെയല്ല ഫാമിലി കച്ചറ, പല ജാതി പ്രശ്നങ്ങളോട് നടക്കുന്നിടയിൽ ഈ ഒരു പോക്കൊന്ന് പോയി നോക്ക്, എല്ലാം മറക്കും. ഇനി നമുക്ക് പുതിയൊരു ജീവിതം, അത് പുതിയൊരു ജീവിതം, പുതിയൊരു ഉണർവ്, പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ തോന്നുന്നൊരവസ്ഥ ആവും. അതാണ് ഓരോ യാത്രയിലും നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേരുണ്ട് യാത്ര സഞ്ചരിക്കാനായിട്ട്, പുതിയ ലോകങ്ങൾ അല്ലെങ്കിൽ പുതിയ അറിവുകളും. ഈ യാത്രയിലാണ് നമുക്ക് പുതിയ അറിവുകൾ കിട്ടുക, പുതിയ കാഴ്ചകൾ കാണുക. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്താൽ ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഏകദേശം വഴിക്കടവ് ബസ് സ്റ്റാൻഡിലെത്താറായി. അപ്പം ഇനി സഞ്ചരിക്കുന്നവർക്ക് ഈ ഒരു സഞ്ചാരം വഴിക്കടവ് ബസ് സ്റ്റാൻഡോട് അവസാനിക്കും. ഇനി പോകുന്നവരൊന്ന് ശ്രമിച്ചു നോക്ക്. ഈ ബസ് സ്റ്റാൻഡ്, ഇത് വഴിക്കടവ് ബസ് സ്റ്റാൻഡാണ്. KSRTC നിർത്തിയത് കണ്ട. ഇവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്, പക്ഷെ ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട്.
എവിടേക്ക് ഗൂഡല്ലൂർക്ക്, അതും KSRTC മാത്രമാണ്. പ്രൈവറ്റ് ബസ് ഇവിടുന്ന് മഞ്ചേരി, നിലമ്പൂർ, പെരിന്തൽമണ്ണ, തിരൂർ, എറണാകുളം, തൃശ്ശൂർ, ഗുരുവായൂർ, കാലിക്കറ്റ് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് മാത്രമാണ് പ്രൈവറ്റ്. KSRTC ഉണ്ട്, ഈ കൂടുതലും പ്രൈവറ്റാണ്. ഗൂഡല്ലൂർക്ക് ഇവിടുന്ന് KSRTC ആണ് കൂടുതലും ഉള്ളത്. ഇത് വഴിക്കടവ് ബസ് സ്റ്റാൻഡ് കേട്ടോ. ഒന്നുള്ളിൽ കയറി നോക്കാം. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഞാൻ കയറി നോക്കുകയാണ്. ബസ് വല്ലതുണ്ടോ എന്നറിയാൻ വേണ്ടി കയറുകയാണ്, പക്ഷെ ഇല്ല, ഇത് തന്നെ ഉള്ളു. കണ്ട കാലിയാണ്. ബസ് കയറി നേരെ റിട്ടേൺ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പുറത്തോട്ട്